സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ഏറ്റുമാനൂർ നഗരസഭയും സംയുക്തമായി സംഘടിപ്പിച്ച കേരളോത്സവം സമാപിച്ചു. ശനി ഞായർ ദിവസങ്ങളിൽ ഏറ്റുമാനൂർ SFS പബ്ലിക് സ്കൂൾ ഗ്രൗണ്ട്, ഏറ്റുമാനൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിട്ടാണ് കലാകായിക മത്സരങ്ങൾ നടന്നത്. SFS സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ മന്ത്രി VN വാസവൻ കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ മൈതാനം നവീകരണത്തിന് വേണ്ട നടപടികൾ നഗരസഭയുമായി ചേർന്ന് നടപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അതോടൊപ്പം കായിക രംഗത്ത് മറ്റേത് കാലഘട്ടത്തെക്കാളുപരി നമ്മുടെ സംസ്ഥാനം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് നമുക്ക് ഗെയിംസിലായിരുന്നാലും ശരി, അതേപോലെ തന്നെ സ്പോർട്സ് ഐറ്റങ്ങളായിരുന്നാലും ശരി, വന്നുകൊണ്ടിരിക്കുന്ന പുരോഗതി മറ്റേതൊരു കാലഘട്ടത്തെക്കാളും വലുതായി മാറിയിരിക്കും. ക്രിക്കറ്റും ഫുട്ബോളും ഇന്ന് യൗവനങ്ങൾ ജീവവായു പോലെയാണ് ഏറ്റവും വലിയ രൂപത്തിൽ നെഞ്ചേറ്റിക്കൊണ്ട് മുന്നോട്ട് വരിക. കേരളത്തിൽ എങ്ങും എവിടെയും തങ്ങൾക്ക് പ്ലേ ഗ്രൗണ്ടുകൾ വേണമെന്നും അതോടൊപ്പം തന്നെ കായിക മേഖലയിലെ തങ്ങളുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ ഒരുക്കണമെന്ന നിവേദനങ്ങൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവുമാണ്. ഏറ്റുമാനൂർ ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ കാര്യം തന്നെ ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചു. മുനിസിപ്പാലിറ്റിയും നമുക്കെല്ലാം ചേർന്ന് ആ കാര്യത്തിൽ കൂടിയാലോചിച്ച് അത് വികസിപ്പിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങളിലേക്ക് വരണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് പടികര അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ, കലാകായിക, സാംസ്കാരിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ S. ബീന, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഷാജി, കേരളോത്സവം ജനറൽ കൺവീനർ ബിബീഷ് ജോർജ്, മറ്റ് കൗൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി ബിനുജി തുടങ്ങിയവർ പങ്കെടുത്തു. കായിക മത്സരങ്ങൾ SFS സ്കൂൾ ഗ്രൗണ്ടിലും കലാമത്സരങ്ങൾ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലുമാണ് നടന്നത്. i4 ന്യൂസ്, ഏറ്റുമാനൂർ.